മൗലിദ് പാരായണം അത് വലിയ പ്രാധാന്യമുള്ളതാണ്. ശരി തന്നെ, മൗലിദ് പാരായണം അങ്ങനെ ഒരു പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന സഹാബത്തിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ അടുത്ത 3 നൂറ്റാണ്ട് കാലങ്ങളിൽ ജീവിച്ച് ഇരുന്ന മഹാത്മാക്കള് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ മൗലിദ് പാരായണം നടത്തിയിട്ടുണ്ടോ? ഏതായാലും ഉണ്ടാകണം അല്ലേ? കാരണം അക്കാലത്തൊന്നും ഇല്ലാത്തൊരു പരിപാടി ഇപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഉസ്താദുമാരുടെ ഒക്കെ അനുമതിയോടുകൂടി ആശീർവാദത്തോടുകൂടി നടക്കൂലല്ലോ അല്ലെ? എന്നാൽ നമുക്ക് ഈ വേഗം മൗലിദ് പാരായണം, അവിടെ PKP ഉസ്താദ് പറഞ്ഞു മൗലിദ് എന്നാ വായിക്കേണ്ടത്, മൗലൂദ് എന്നൊന്നും വായിച്ചു കളയരുത് അല്ലെ? ശ്രദ്ധിച്ച മൗലിദ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മൗലിദിന് ജനനം എന്നർത്ഥമുണ്ട്, ശ്രദ്ധിക്കണേ. മൗലിദ് ജനനം അല്ലെങ്കിൽ ജനന സ്ഥലം, ജനന കാലം, ജനന ചരിത്രം, ജനന ജന്മദിനം, ജനന തീയതി, സാധാരണ നമ്മൾ പറയുന്ന ബർത്ത്ഡേ, ഇതൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇതിന് മൗലിദിന്. മൗലിദ് പാരായണം നടത്താന്ന് പറയുമ്പോൾ ആ മൗലിദിന്റെ മൈനെന്താ ശ്രദ്ധിച്ചിട്ടില്ല? മൗലിദിന്റെ വാക്കർത്ഥം ജനനം, ജനന സ്ഥലം, ജനന കാലം, ജനന ചരിത്രം, ജന്മദിനം, ജനന തീയതി അല്ലേ? മൗലിദ് പാരായണം എന്ന് പറയുമ്പോ ആ മൗലിദിന്റെ അർത്ഥം എന്താണ്? അത് പറഞ്ഞൂടെ? ജനന ചരിത്രം പറയലല്ലേ അല്ലെ? ജനന ചരിത്രം പറയല് എന്നാണ്. അപ്പൊ നമുക്ക് വേഗം പിടികിട്ടും. ഈ ജനന ചരിത്രം പറയല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലായിരുന്നുവെങ്കിൽ ആ ജനന ചരിത്രം നമുക്ക് എവിടുന്ന കിട്ടുക? അതുപോലെ സഹാബത്തിന്റെ സലഫു സാലിഹീങ്ങളുടെ ഒക്കെ കാലത്ത് ആ പരിപാടി ഇല്ലെങ്കിൽ ആ ജനന ചരിത്രം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക അല്ലേ? അപ്പൊ അക്കാലത്തൊക്കെ വേണ്ടതാണ്. ഉണ്ടായിരുന്നു എന്ന് ചെറിയൊരു പരിചയം തരാം. വളരെ ശ്രദ്ധിക്കുക. നാം റബീഉൽ അവ്വലിലേക്ക് കിടക്കുകയാണ്, പരക്കെ മൗലിദ് പാരായണം നടക്കണം. ഏതാനും ഉദ്ധരണികൾ ഞാൻ വ്യാഖ്യാനിക്കൊന്നും ചെയ്യില്ല, നേരെ ഭാഷാർത്ഥം മാത്രം. കാലൽ ഹസനുൽ ബസരിയു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹസനുൽ ബസരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു. ആരാ ഹസനുൽ ബസരി? സഹാബിയല്ല, പക്ഷേ 70-ലധികം സഹാബികളുടെ ഇടയിൽ ജീവിച്ചിരുന്നയാളാണ്. അദ്ദേഹം പറയുന്നത്, വദിത്തു, ഞാൻ ആശിച്ചു, ലൗ കാനലി, എനിക്കുണ്ടാവുകയാണെങ്കിൽ, മിസലു ജബലി ഉഹുദിൻ ദഹബ, ഉഹുദ് പർവ്വതത്തോളം സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ, ലഅൻഫഖ്തുഹു, അതിനെ ഞാൻ ചെലവാക്കുമായിരുന്നു, അലാ ഖിറാഅത്തി മൗലിദി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന ചരിത്ര പാരായണത്തിന്. അപ്പൊ ഹസനുൽ ബസരി തങ്ങളുടെ കാലത്ത് മൗലിദ് പാരായണം ഉണ്ടായല്ലോ ഇല്ലേ? സംശയം വല്ലതുണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. അതുപോലെ കാലൽ ജുനൈദുൽ ബഗ്ദാദിയു റഹ്മഹുല്ലാ, വലിയ മഹാൻ, പരിചയപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ നീണ്ടുപോകും. അദ്ദേഹം പറയാണ്, മൻ ഹദറ, ആരെങ്കിലും സന്നിഹിതനായാൽ, മൗലിദർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണ സദസ്സിൽ ആരെങ്കിലും ഹാജരായി, അല്ലമ ഖദ്റഹു, അതിന്റെ സ്ഥാന വലുപ്പത്തെ അവൻ ബഹുമാനിച്ചു, ഫഖദ് ഫാസ ബിൽ ഈമാനി, അവൻ ഈമാൻ കൊണ്ട് രക്ഷപ്പെട്ടു. അവൻ ഈമാൻ സലാമത്തായിട്ടേ മരിച്ചു പോവുകയുള്ളൂ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഒക്കെ പെടുത്തട്ടെ. അതുപോലെ ഇനി മഅറൂഫുൽ ഖർഹി പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അദ്ദേഹം പറയുകയാണ്, മൻ ഹയ്യ, ആരെങ്കിലും തയ്യാറ് ചെയ്താൽ, ലി അജലി ഖിറാഅത്തി മൗലിദിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി തആമൻ, ഭക്ഷണം തയ്യാറ് ചെയ്തു, സുഹൃത്തുക്കളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി, ഔഖദ സിറാജൻ, പ്രത്യേക വിളക്ക് വെച്ചു. ചിലടത്ത് കാണാം പകൽ സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെ മൗലിദ് ചെല്ലുമ്പോൾ വിളക്ക് കത്തിക്കുന്നത്. വെളി കാണാനല്ല, എന്തിനാണ്? ആ സദസ്സിനെ ബഹുമാനിച്ചു. ഔഖദ സിറാജ്,
ലബിസ ജദീദ്, അല്ല പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. ആ മൗലിദ് ചൊല്ലിക്കുന്നയാള് ഒത്ത അത്തറ് പൂശി, ഒത്ത ജമ്മല, നല്ല അഴകുള്ളവനായി മാറി. എന്തിന്? തഅദീമൻ മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മൗലിദ് പാരായണത്തെ ബഹുമാനിച്ചുകൊണ്ട്. എന്നാൽ ഹസറഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഒരുമിച്ച് കൂട്ടും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, മഅൽ ഫിർഖത്തിൽ ഊല, ഒന്നാം കക്ഷികളോടുകൂടി, അതായത് മിനൻ നബിയീൻ, പ്രവാചകന്മാരോടുകൂടി. വകാന, അവനാകുന്നതാണ് ഫി അലാ ഇല്ലിയീൻ, ഇല്ലിയീനിൽ അത്യുന്നതമായ സ്ഥാനത്ത്. വമൻ ഖറഅ, ആരെങ്കിലും ഓതി പാരായണം ചെയ്തു മൗലിദ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്, അലാ ദറാഹിമ മസ്കൂക്കത്തിൽ, ഫില്ലത്തങ്കാനത്ത് ഔ ദഹബൻ, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നാണയങ്ങളുടെ മേൽ. ഇത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിരുന്നു. മൗലിദ് പാരായണം ചെയ്യുന്ന സദസ്സിൽ നാണയങ്ങൾ, പൈസ കൊണ്ടേക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്തു, എന്നിട്ട് വഖലത്ത തിൽക ദറാഹിമ, ആ നാണയം കൊണ്ടുപോയിട്ട് അവൻ കലർത്തി ദറാഹിമ ഉഖ്റ, മറ്റ് അവന്റെ വരക്കുള്ള പൈസകളോടൊപ്പം പെട്ടിയിലും അൾമാരിയിലും ഒക്കെ ഈ ചില്ലറ പൈസ കൊണ്ടുപോയിട്ടിട്ടു. എന്നാ മഹാനവറുകൾ പറയുകയാണ് വഖഅത്ത് ഫീഹൽ ബറക്കത്തു, അതിൽ ബറക്കത്ത് ബാക്കിയാകും അവന്റെ മുതലില്. വലാ യഫ്തഖിറു സാഹിബുഹ, അതിന്റെ ആള് ഇനി ദരിദ്രനായി പോവുകയില്ല. വലാ തഫറുഹു യദുഹു, അവന്റെ കൈ വലഞ്ഞു പോവുകയില്ല. ബി ബറക്കത്തി മൗലിദി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ ബറക്കത്തുണ്ട്. ഇന്നെല്ലാരും പറയല്ലോ ബറക്കത്തില്ല ബറക്കത്തില്ല, ഇല്ലേ? ഏടെ ബറക്കത്തുണ്ടാകല് അല്ല, ബറക്കത്തുള്ള വലിയ മഹാന്മാര്, ഉസ്താദുമാര്, എങ്ങനെയായാലും അവരുടെ പൈസയിൽ ഇങ്ങനെയുള്ള സദസ്സിലെ പൈസ എങ്ങനെയും കഴിയും. അത് തന്നെയാണ് അവർക്ക് ലഭിക്കുന്ന ബറക്കത്തുകളുടെ കൂട്ടത്തിൽ. അവർക്ക് വലിയ ബറക്കത്തുള്ള ആളുകളാണ്. അതിന് ഒരു കാരണം നീട്ടി പറയാൻ സന്ദർഭമില്ല. ഇനി ഇമാം യാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, മൻ ജമാലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരുമിച്ച് കൂട്ടി, ഇഖ്വാനൻ, സുഹൃത്തുക്കളെ, വഹയ്യ തആമൻ, ഭക്ഷണം പാകം ചെയ്തു. പരക്കെ ഇപ്പോള് പള്ളികളിൽ മദ്രസകളിലൊക്കെ മൗലിദ് പാരായണം നടക്കും, അല്ലെ? അവിടെയൊക്കെ ഭക്ഷണ പൊതി വിതരണം ചെയ്യും. ചിലരിപ്പോ എളുപ്പത്തിന് വേണ്ടി ഇറച്ചി വരിയും കൊടുക്കും, അല്ല നല്ലത്. ഭക്ഷണം പൊതിയാക്കി കൊടുക്കലല്ല നല്ലത്. മെനക്കട സാധിക്കായിട്ട് ചിലരുണ്ട് അങ്ങനെയല്ല, ഇറച്ചി വരിയും കൊടുത്തേക്കത്. ഇറച്ചി വരിയും പിടിന്ന് വാങ്ങാൻ കിട്ടും. ഇതല്ല വേണ്ടേ. ഈ മൗലിദിന്റെ സദസ്സിലെ, പള്ളിയിലെ, മദ്രസയിലെ ഈ ചോറ് തന്നെ കിട്ടണം. ഭക്ഷണം പാകം ചെയ്യണം. അങ്ങനെ എന്താണ് ഭക്ഷണം പാകം ചെയ്തു. പിന്നെ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് കാരണക്കാരനായി. എന്നാൽ അശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നമുക്ക് നിർത്താം. ഇനി അവസാനം ഒരു ഉദ്ധരണി കൂടി, അത് വളരെ ശ്രദ്ധിക്കണം. കാല സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി, സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി പറയുന്നു, അല്ല എഴുതുന്നു, ഫി കിതാബിഹി, അദ്ദേഹത്തിന്റെ കിതാബിൽ, അൽ വസായിലി ഫി ശറഹി ശമായിൽ. സുയൂത്തി ഇമാമിന് ഒരു കിതാബുണ്ട്, ആ കിതാബിൽ അദ്ദേഹം എഴുതുകയാണ്, മാമിൻ ബൈത്തിൻ, ഒരു പുരയുമില്ല, ഔ മസ്ജിദിൻ, അല്ലെങ്കിൽ പള്ളി, ഔ മഹല്ലത്തിൻ, അല്ലെങ്കിൽ ഒരു മഹല്ലത്ത്, ഉരിയ ഫീഹി, അവിടെ വെച്ച് ഓതപ്പെടും മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്, ഇല്ല ഹഫത്തിൽ മലായിക്കത്തു, മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ. ഈ സദസ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ. ബി അഹ്ലി ദാലിക്കൽ മക്കാനി, ആ സ്ഥലക്കാരെ, വഅമ്മഹുമുല്ലാഹു തആല ബിർറഹ്മത്തി, അവർക്ക് ഒന്നടങ്കം അല്ലാഹു റഹ്മത്ത് ചെയ്യും. വൽ മുതവ്വഖൂന ബിന്നൂർ, മുതവ്വഖൂന ബിന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലായിക്കത്ത്, എല്ലാവരും അലൈഹിസ്സലാം പറയും, യഅനി ജിബ്രീല വ മീകായില വ ഇസ്രാഫീല വ കർബായില വ ഐനായില വ സാഫൂൻ വൽ ഹാഫൂൻ വൽ കറൂബിയൂൻ
ഫൈന്നഹും ഈ മലക്കുകളെല്ലാം തന്നെ യുസല്ലൂന അവർ പൊറുക്കലിനത്തോടും അലാ മങ്കാന സബബല്ലി ഖിറാഅത്തി മൗലിദിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് കാരണക്കാരായവരുടെ മേൽ അല്ലാഹു ഇവരൊക്കെ പൊറുക്കലിനത്തോടും. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കൂ, അദ്ദേഹം എഴുതുന്നു വമാ മിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമും തന്നെയില്ല ഖുരിഅ ഫീ ബൈത്തിഹി അയാളുടെ വീട്ടിൽ വെച്ച് ഓതപ്പെടും മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഇല്ലാ റഫഅല്ലാഹു തആല അല്ലാഹു ഉയർത്തി കളഞ്ഞിട്ടല്ലാതെ അൽ കഹ്ത ക്ഷാമം വൽ വബാ പ്ലേഗ് വൽ ഹർക തീപിടുത്തം വൽ ആഫാത്തി കാലക്കേട് വൽ ബലിയാത്തി അത്യാഹിതങ്ങൾ വൻ നഖബാത്തി അനിഷ്ട സംഭവങ്ങൾ വൽ ബുഗ്ള ക്രോധം വൽ ഹസദ അസൂയ വഅയ്ന സൂഹി കണ്ണേർ വൽ ലുസൂസ കള്ളന്മാരുടെ ശല്യം ഇതൊക്കെ ഉയർത്തപ്പെടുന്നതാണ് അൻ അഹ്ലി ദാലിക്കൽ ബൈത്തി ആ പോരക്കാരെ തൊട്ട്. ഫൈദാ മാത്ത അങ്ങനെ അവസാനമോ മരിച്ചാൽ ഹബ്ബറല്ലാഹു തആല അലൈഹി അല്ലാഹു അവന്റെ മേൽ എളുപ്പമാക്കി കൊടുക്കും ജവാബ മുങ്കരിൻ വ നക്കീർ മുങ്കർ നക്കീർ അലൈഹിം സ്വലാത്തു വസ്സലാം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി. വകാന അവനാകും ഫി മഖഅദി സിദ്ഖിൻ ഏറ്റവും തൃപ്തികരമായ സ്ഥാനത്ത് ഇന്ദ മലീകിൻ മുഖ്തദിരിൻ രാജാധിപതിയും സർവശക്തനുമായ അല്ലാഹുവിന്റെ അടുക്കൽ. ഇനി എങ്ങനെ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടോ മറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫിത്നയൊക്കെ ഉണ്ടോ? എന്തൊക്കെയാ ചോദിക്കല്? അങ്ങനെ ഇത് മൗലിദ് ഉണ്ടെങ്കിൽ നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആദം മൗലിദ് ഉണ്ടായിരുന്നോ എന്നല്ലേ ചോദിക്കല്? എന്ത് തോന്നിയ ദിവസമാണ് ചോദിക്കുന്നത്? ആദം നബിയുടെ ജനന ചരിത്രം അത് എവിടുന്നാ പിന്നെ കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരാതെ ഖുർആനിലില്ലേ ആദം നബി അലൈഹി സ്വലാമിന്റെ ജനന ചരിത്രം? എത്ര നബിമാരുടെ ചരിത്രങ്ങൾ ഓതിയിട്ടുണ്ട്. മങ്കൂസ് മൗലൂദിൽ ഇപ്പൊ ഓതും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ. അത് ഖുർആനിലുള്ളതല്ലേ അല്ലേ? ഞങ്ങൾക്കൊക്കെ ആയത്തറിയാം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അസിദ്ദാഉ അലൽ കുഫാരി. ഞങ്ങൾക്കൊക്കെ ആയത്ത് കാണപ്പെടുന്നുണ്ട്. ഞങ്ങളൊക്കെ ആയത്ത് കാണപ്പെടാക്കിയത് ബദർ മൗലിദ് ഓതിയിട്ടാണ്. ഇത് ഖുർആനിലുണ്ടോ മറ്റുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ഇവിടെ ഫിത്ന ഉണ്ടാക്കരുത്. അത്തരക്കാരോട് പറയാനുള്ളത് മുസ്ലിം സമുദായത്തെ വെറുതെ ഭിന്നിപ്പിക്കരുത്. വെറുതെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് ഇവിടെ ശക്തിയൊക്കെ കുറയ്ക്കുക. അമുസ്ലിം സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. ആ അവസ്ഥ മാറ്റിവെക്കണം. റബീഉൽ അവ്വൽ കൂടിയുണ്ട് ഒരു തരം ഞരമ്പ് രോഗം. എന്താ മൗലിദിനെതിരെ രംഗത്തിറങ്ങി. എന്തിനാണത്? ആകെ പരിശോധിച്ച് നോക്കിയാൽ മുഅ്മിനീങ്ങളെ